Hi, hello once again, welcome back to our channel c&svlog. ഇന്നൊരു അടിപൊളി വാൾ ഡെക്കർ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം എന്താ ഇതുപോലെ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലായിട്ട് നമ്മളൊരു സ്ക്വയർ ഷേപ്പിൽ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കണേ. ഇനിയിപ്പോൾ അതുമേലായിട്ട് ബ്ലാക്ക് കളർ ആക്രിലിക് പെയിൻ്റ് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പെയിൻ്റ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടുക. ഇനി നമുക്കൊരു കളർ പേപ്പറാണ് വേണ്ടത്. ഞാനിപ്പോൾ യെല്ലോ കളറാണ് എടുത്തേക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം. എന്നിട്ട് അതിങ്ങനെ ഒന്ന് മടക്കിയെടുത്തിട്ട് കുറച്ച് സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 6 പീസാണ് കേട്ടോ ഞാനിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ പ്രത്യേകം അളവെടുത്തൊന്നും വരയ്ക്കാനുള്ള നമുക്ക് ഇഷ്ടമുള്ള മെഷർമെൻറ്റ്സ് എടുക്കാം കേട്ടോ. ഇപ്പോൾ ഒരു 4 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു പേപ്പറിൽ നിന്ന് തന്നെ നമ്മൾ 2 പീസ് കൂടി കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ടോട്ടൽ ഒരു 6 എണ്ണമാണ് എടുക്കുന്നത്. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ഓരോ പീസും എന്താ വീഡിയോയിൽ കാണുന്ന രീതിയിലൊന്ന് മടക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഫ്ലവറാണ് കേട്ടോ ചെയ്യാൻ പോണത്. ഇതിപ്പോൾ എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഇതുപോലെ നമ്മളൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ 6 പീസും കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ 6 എണ്ണവും ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ബ്ലാക്ക് കളറിലെ പേപ്പർ എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് വേറെ കളറൊക്കെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇതിൽ നിന്നായിട്ട് ഇങ്ങനെ കുറച്ച് പീസ് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ അത് കാണാനായിട്ട് ഒന്നുകൂടി ഭംഗിയാവും കേട്ടോ. പിന്നെ പേപ്പറൊക്കെ ഇങ്ങനെ വെട്ടി ഒട്ടിക്കാൻ കുറച്ച് മടിയുണ്ടെങ്കിൽ നമുക്ക് ബ്ലാക്ക് കളർ പെയിൻ്റ് ഉണ്ടല്ലോ, അതെടുത്തിട്ട് പെയിൻറ്റ് ബ്രഷിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് കുത്തിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോഴും ഇതുപോലെ തന്നെയാണ് കിട്ടുക. നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ നമ്മുടെ 6 ഫ്ലവേഴ്സും ഞാനൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഇനി വീണ്ടും ആ ഒരു യെല്ലോ കളർ പേപ്പർ എടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് ഒരു ഹാർട്ട് ഷേപ്പിൽ വരച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇതുപോലത്തെ 3 എണ്ണമാണ് ആവശ്യമായിട്ടുള്ളത്. ഇനി ബ്ലാക്ക് കളറിലെ പേപ്പർ എടുക്കുക. എന്നിട്ട് അതിൽ നിന്നും നമ്മൾ ഇതുപോലെ തന്നെ ഹാർട്ട് ഷേപ്പിലൊന്ന് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാൻ പോകാം കേട്ടോ. അപ്പോൾ ആദ്യം എടുത്തേക്കണേലും കുറച്ചുകൂടി സൈസ് കൂടിയ രീതിയിലാണ് കട്ട് ചെയ്തെടുക്കണേ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ നോക്കുമ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പോൾ 2 കളറിലുള്ള 3 പീസ് വെച്ചിട്ട് നമുക്ക് വേണം. ഇനി ആ ഒരു യെല്ലോ കളർ വെച്ച് ചെയ്തിട്ടില്ലേ, അതുമേലായിട്ട് ഇതുപോലെ കുറച്ച് ഗ്ലൂ ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ബ്ലാക്ക് കളർ ചാർട്ട് പേപ്പറിന് ഉള്ളിലേക്ക് ആയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ അത് 3 എണ്ണം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ ചെയ്തിട്ടുള്ള ഫ്ലവേഴ്സ് കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആദ്യം പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കാർഡ്ബോർഡ് പീസ് ഉണ്ടല്ലോ, അതുമേലായിട്ട് ഇതൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇതുപോലെയാണ് ഒട്ടിച്ച് കൊടുക്കണേ. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. കളർ പേപ്പറിൽ നിന്നായിട്ട് ഇതുപോലെ 3 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഒരു ഹാർട്ട് ഷേപ്പിൽ ചെയ്തിട്ടില്ലേ, അത് ഇതുമേലായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അതുകൂടി ആ ഒരു കാർഡ്ബോർഡ് പീസിലേക്കായിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം.
അപ്പോൾ ഇതുപോലെയാണ് ഒട്ടിച്ച് കൊടുത്തേക്കുന്നത്. ഇനി ഞാൻ യെല്ലോ കളർ അക്രിലിക് പെയിൻറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ ഒരു കാർഡ്ബോർഡ് പീസിൽ ബ്ലാക്ക് കളർ കാണുന്നില്ലേ, അവിടെ ആയിട്ട് നമ്മൾ ഇതുപോലെ പെയിൻറ്റ് ബ്രഷിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ടൊന്ന് ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ വാൾ ഡെക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും, പിന്നെ കാണാനായിട്ട് നല്ല രസമില്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് പറയാം. പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.